ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഹൈ വോൾട്ടേജിലേക്ക് കടക്കുമ്പോൾ അരയും തലയും മുറുക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രചാരണ രംഗത്ത് ഓരോ ദിവസവും മാറി മാറി വരുന്ന വിഷയങ്ങളാണ് നേതാക്കൾ എടുക്കുന്നത്. സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങൾ ദേശീയ നേതാക്കളുടെ ലാൻഡിംഗ് ടൈം കൂടിയാണ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചു. 20 മണ്ഡലങ്ങളിലും പരമാവധിയിടങ്ങളിലെത്താനാണ് ഇരുവരുടെയും ശ്രമം. പൗരത്വ വിഷയത്തിലും ഇലക്ടറൽ ബോണ്ടിലും സിദ്ധാർത്ഥനിലും തുടങ്ങിയ പ്രചരണ വിഷയങ്ങൾ പാനൂർ സ്ഫോടനത്തിലും SDPI പിന്തുണയിലും ചട്ടലംഘനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പരാതികളിലും എത്തി നിൽക്കുന്നു. മാറിമറിഞ്ഞുരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരമാവധി അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങളാണ് വാർ റൂമുകളിൽ മെനഞ്ഞെടുക്കുന്നത്. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പ്രചരണത്തിനും ചൂടേറും. വീറും വാശിയും കനക്കുന്നതോടെ അതിന് തീ പകരാൻ ദേശീയ നേതാക്കളും വരിവരിയായി കളം പിടിക്കും. അത്തരം നേതാക്കളുടെ വരവ് പ്രചരണ രംഗത്ത് പുതിയ അജണ്ടകൾ സെറ്റ് ചെയ്യുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട സസ്പെൻസ്. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രചരണം വെന്തുരുകുന്ന ചൂടിനെയും മറികടന്ന് ഹൈ വോൾട്ടേജിലേക്ക് കുതിക്കുമെന്ന് ചുരുക്കം. ആത്മവിശ്വാസവും അവകാശവാദങ്ങളും കത്തിക്കയറുമ്പോഴും അടിയൊഴുക്കുകളിൽ ആശങ്കയേറെയാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും. ആ അടിയൊഴുക്കുകളിൽ സ്വന്തം കാൽച്ചുവട് ഭദ്രമാക്കാൻ താഴെത്തട്ടിലും നിതാന്ത ജാഗ്രത പുലർത്തുകയാണ് സംസ്ഥാനത്തെ മുന്നണി നേതൃത്വം. ആരു വാഴും ആരു വീഴുമെന്ന് നിശ്ചയമില്ലാത്ത പോർക്കളത്തിൽ 3 മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.